ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെയും വർഷയുടെയും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ് നമ്മുടെ ശ്രുതമ്പുരാട്ടി. കറക്റ്റായിട്ട് പൊളിച്ചടിക്ക് രേവതിയും വർഷയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ചൂളി നാണം കെട്ടിങ്ങനെ നിൽക്കുക. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ വഴക്കിടാറുണ്ടെന്നും രേവതി ചേച്ചിയും സച്ചേനും വഴക്കിട്ടാലും പെട്ടെന്ന് തന്നെ ഒന്നാകുന്നത് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. സ്നേഹത്തിനും ഒരു കുറവുമില്ല. രേവതി ചേച്ചിയുടെ കയ്യിൽ എന്തോ മാന്ത്രിക വടിയുണ്ടെന്നൊക്കെ പറയാം വർഷ. ചേച്ചിയെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി ആഗ്രഹിച്ചോ, പക്ഷേ വഴക്ക് കൂടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കരുത് കേട്ടോ എന്ന് ശ്രുതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ ശ്രുതിക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് രേവതി പറഞ്ഞു. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് രേവതി പറയുമ്പോൾ വിട്ടോ, അതാ നല്ലതും കൂടെ അങ്ങ് പറഞ്ഞു. ശ്രുതി ചമ്മിപ്പോയി. വർഷ ഇരുന്ന് ചിരിക്കാനും തുടങ്ങി. എന്നിട്ട് വർഷയോട് എൻ്റെ കയ്യിൽ മാന്ത്രിക വടികളും കാര്യങ്ങളും ഒന്നുമില്ല, സ്നേഹത്തിൻ്റെ വടി മാത്രമേ ഉള്ളൂ എന്ന് രേവതി വർഷയോട് പറഞ്ഞു കൊടുത്തു. അത് ഉള്ളിടത്തോളം ഇത്ര വഴക്കടിച്ചാലും ഞാനും സച്ചേട്ടനും പിരിയില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക. അത് കേട്ടപ്പോൾ ഒക്കെ ശ്രുതി പുച്ഛിച്ച് നിൽക്കുക കേട്ടോ. കൂടുതൽ അടുക്കുക മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പരസ്പരം ഒന്നും പങ്കുവെക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും പറഞ്ഞാലേ മനസ്സിലാവത്തില്ല എന്ന് രേവതി പറയുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. അപ്പോൾ രേവതി ചേച്ചിക്ക് അടിക്കേണ്ടടുത്ത് അടിക്കാനൊക്കെ അറിയാമല്ലേ എന്ന് വർഷ ചോദിച്ചു. അറിയാം എന്ന് രേവതിയും പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇനി അവിടെ നിന്നാൽ പണിയാവുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ശ്രുതി പിന്നെ മര്യാദക്കാരിയായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചേട്ടനും അനിയന്മാരും കൂടെ കല്യാണം കഴിച്ച് പോയില്ലേ, ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം മുകളിലിരുന്ന്. ആ ഒരു സമയത്ത് വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണെന്ന് അറിയാവോ? അവളതൊന്നും കേട്ടില്ല. ഇന്ന് അവൾ എന്നോട് വന്ന് പറയുന്നു വാ വീട്ടിൽ പോകാമെന്ന്. ഇവരുടെ ഒന്നും മനസ്സ് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എടാ, കല്യാണത്തിന് മുൻപ് ശ്രുതി എന്നെ ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഒരു ചെറിയ വിഷയത്തിന് പോലും എന്നോട് യുദ്ധത്തിന് വരും, ഭീഷണിയാ, വഴക്ക് വരാം എന്നൊക്കെ പറഞ്ഞു ശ്രുതി. അല്ല, എന്ത് വിഷയത്തിലായിരുന്നു ദേഷ്യപ്പെടുന്നേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പം ഇവൻ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് അവൾ ദേഷ്യപ്പെടുന്നത്. എടാ, ഭർത്താവ് ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഏത് ഭാര്യയ്ക്കായാലും ദേഷ്യം വരുവിടാ എന്നുള്ള കാര്യം പറഞ്ഞു. പൗഡറേട്ടത്തി ഇത്രയും കാലം നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടത് ഭാഗ്യമാണെന്ന് നീ കരുതിക്കോളാനൊക്കെ സച്ചി പറയാം. അല്ല, രേവതി ഏട്ടത്തി ഏട്ടനോട് ദേഷ്യപ്പെടാറില്ലെന്ന് ചോദിച്ചപ്പം അയ്യോ ദേഷ്യപ്പെടാറില്ലേന്നോ, ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. നീ പറഞ്ഞത് സത്യമാടാ. ഇവരുടെ മനസ്സൊന്നും നമുക്ക് വായിക്കാനായിട്ട് പറ്റത്തില്ല. ഏത് സമയത്ത് എങ്ങനെ പെരുമാറുമെന്നൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല. വിവാഹ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ. അടിയും വഴക്കുമില്ലാത്ത ദാമ്പത്യ ജീവിതം ഇല്ലല്ലേ? ഇല്ല. ഈ ലോകത്ത് ഒരാണും പെണ്ണും അങ്ങനെ ഇതുവരെ ജീവിച്ചിട്ടില്ല. എന്നാൽ കല്യാണത്തിന് മുൻപ് പ്രണയിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എടാ, ഈ പ്രണയിക്കുമ്പോഴുള്ള വഴക്ക് 2020 ക്രിക്കറ്റ് മാച്ച് പോലെ പെട്ടെന്ന് അതങ്ങ് തീരും. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വഴക്ക് ജസ്റ്റ് മാച്ച് പോലെ ബോൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നീ പറഞ്ഞത് കറക്റ്റാടാ എന്ന് സച്ചി സുധിയോട് പറഞ്ഞു. അതിൽ കൂടുതൽ 4ഉം 6ഉം നമുക്ക് അടിക്കാനേ പറ്റത്തില്ല. ബോള് വളരെ ശ്രദ്ധിച്ച് മുട്ടിയിട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിക്കറ്റ് തെറിക്കുമെന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. ഈ ഫോണിൽ ആരാണാവോ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുക ശ്രീകാന്ത്. എന്താടാ നിന്റെ വിക്കറ്റ് പോയെന്ന് ചോദിച്ചു. അപ്പോൾ ജീവനും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്താന്ന് ചോദിച്ചു. അല്ല, എന്തിനിപ്പോൾ എന്നെ വർഷം വിളിക്കുന്നതെന്ന് ശ്രീകാന്ത്. അവൾ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പേടിച്ച് വിറച്ച് ഫോൺ എടുക്കുക. അപ്പോൾ എന്താ വർഷയെന്ന് ചോദിച്ചു. നീ ഇതെവിടെയാണ്, നീ ഇറങ്ങി വന്നേ, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താവന്ന് വർഷേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ടി ഞാൻ പൊട്ടയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ട. അപ്പോൾ ഇവനിത് എന്നെ കാണിക്കുന്നത്. സച്ചി, നീ ഒന്ന് നോക്കിക്കോ, നമ്മളൊരിക്കലും ഭാര്യമാരെ പേടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ശ്രുതി പറഞ്ഞു കൊടുക്കും. തൊട്ടടുത്ത നിമിഷം ശ്രുതിയുടെ കോള് വന്നു. ഇത്രയും നേരം ശ്രുതി എവിടെ എന്തെടുക്കും, അവിടെ കിടന്ന് ഉറങ്ങി വന്നു ശ്രുതി ഒതുക്കുമ്പം അയ്യോ ഇല്ല, ഞങ്ങളിങ്ങനെ ഓരോന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ സച്ചിയോട് ശ്രുതിക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്, പെട്ടെന്ന് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഭാര്യയെ എന്ത് പേടിയവന്മാർക്ക്. രണ്ടുപേരെയും വിളിച്ച് അവരുടെ ഭാര്യമാർ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ എന്തായാലും വിളിക്കാത്തേ ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്ത് വിളിക്കുക. ഈ സമയത്ത് രേവതി അവിടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സച്ചിയുടെ കോള് വരുന്നത്. സച്ചിയുടെ ടെറസിലല്ലേ ഉള്ളത്, അവിടുന്ന് എങ്ങനെ സച്ചിയുടെ ഫോൺ ചെയ്യുന്നേ എന്ന് രേവതി ഫോൺ എടുത്തിട്ട് ചോദിച്ചു. നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ചു. നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന്. എൻ്റെ കൂടെ ടെറസിലുണ്ടായിരുന്ന 2 ഓട്ടക്കാരെയും അവരുടെ ഭാര്യമാർ വിളിച്ചു. അപ്പം തന്നെ അവർ രണ്ടുപേരും പേടിച്ച് ഭാര്യമാരുടെ അടുത്തേക്ക് ഓടിപ്പോയി എന്ന് പറയുമ്പോൾ രേവതി ചിരിക്കുക. ഞാൻ ഭാര്യ ഇല്ലാത്ത ഒരുത്തനെ പോലെ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ സച്ചി. നീ എന്താ എന്നെ വിളിക്കാത്തേ പറ
എന്താ എന്നെ വിളിക്കാത്തത്? അവരുടെ ഭാര്യമാർ വിളിച്ചതുപോലെ നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന്. അപ്പം രേവതി ചിരിച്ചുകൊണ്ട്, നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ ഞാൻ സച്ചേട്ടനെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയുന്നതെന്ന് ചോദിച്ചു. ഓട്ടക്കാരുടെ ഭാര്യമാരും ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, അവർ രണ്ടുപേരും ഭർത്താക്കന്മാരെ വിളിച്ചല്ലോ, പിന്നെ നിനക്ക് എന്നെ വിളിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് സച്ചി ചോദിക്കുമ്പം അവർ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അപ്പോൾ നിനക്കെന്താ എന്നെ ഉറങ്ങാൻ വിളിച്ചാൽ? സച്ചേട്ടൻ ഉറങ്ങാൻ വേണ്ടിയല്ലേ ടെറസിലേക്ക് പോയത്, പിന്നെ ഞാനെന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തതെന്ന് രേവതി ചോദിക്കുമ്പോൾ, അത് നീ അങ്ങോട്ട് വിളിച്ച് വരുത്തണം എന്ന് സച്ചി. നീ എന്നെ ഫോൺ വിളിച്ച് എത്ര നേരം വരെ ടെറസിൽ നിൽക്കുന്നു, ഇങ്ങോട്ട് വന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം എന്ന് സച്ചി രേവതിയോട് പറയുമ്പം സച്ചിൻ അതി കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു രേവതിയെ. അപ്പോൾ ഓറങ്ങളൊക്കെ പിന്നെ നീ എന്നെ ഇപ്പം വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറയാനായിട്ട് പറഞ്ഞു. അങ്ങനെ സച്ചി ദേഷ്യത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്യാം. ശരി സച്ചിനെ ഫോൺ വയ്ക്കാൻ വിളിക്കാം. അപ്പോൾ ഫോൺ വയ്ക്കത്തില്ല, നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. ചേടാ ഇത് ഫോൺ വയ്ക്കാതെ ഞാനിങ്ങനെ വിളിക്കുന്നത്. ഞാൻ വയ്ക്കാം വെച്ചു. രേവതി അന്നേരം തന്നെ ഫോണിലേക്ക് വിളിക്കുന്നത് നോക്കിയിരിക്കുക. അപ്പോൾ സച്ചേട്ടാ ഫോൺ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവർ നീ ദേഷ്യത്തോടെ പറ, ഞാൻ വരുവാടി ഇപ്പോൾ വരാം. സച്ചേട്ടാ ഇതെന്താ ഇങ്ങനെയൊക്കെ? എടി അവന്മാരുടെ പെണ്ണുമ്പിള്ളമാർ അവന്മാരെ വിളിച്ചപ്പോഴേ അവരിങ്ങനെയാണ് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയാം. ദേഷ്യത്തിൽ പറയാൻ പറഞ്ഞു സച്ചി. അപ്പോൾ രേവതി ദേഷ്യമൊക്കെ ആക്കി വെച്ചിട്ട്, എത്ര നേരമായി പോയിട്ട്, നിങ്ങൾ പെട്ടെന്ന് താഴേക്ക് വന്നേ എന്നും പറഞ്ഞ്. അതേ ഞാൻ വരുക, ഇപ്പോൾ വരാം, പെട്ടെന്ന് വരാം രേവതി. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കാം. അപ്പം ഞാൻ ഇവിടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുക സച്ചേട്ടാ, സച്ചേട്ടൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരി കിടക്കാവേ, പിന്നെ നീ അധികം ലേറ്റാക്കൊന്നും വേണ്ട കേട്ടോ, ബാക്കി രാവിലെ എഴുന്നേറ്റ് കെട്ടാം, നീയും ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തു. ഈ സച്ചേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ച് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ രേവതി ചേച്ചി എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ വർഷ ചെന്ന് രേവതിയുടെ അടുത്തിരിക്കുക. ഞാൻ ഈ മുല്ലമാല എടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞു. അയ്യോ അത് നാളെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാ. അറിയാം, അതുകൊണ്ടല്ലേ ഞാനിവിടെ ക്യാഷ് വെച്ചതെന്ന് പറയുമ്പം, രാവിലെ ഫംഗ്ഷനോ മറ്റോ പോകുന്നുണ്ടോ? അപ്പം നീ രാവിലെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് നിനക്ക് കെട്ടിത്തരാം, അതിവിടെ വെച്ചേക്കാൻ പറഞ്ഞു രേവതിയെ. ഇത് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വർഷ. എനിക്ക് ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പൂമാലയും കൊണ്ട് നേരെ റൂമിലേക്ക് പോകണം. വർഷ പൂമാലയും കൊണ്ട് പോയപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലായി. രേവതി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുക. ആ സമയം പിന്നെ കാണിക്കുന്നത് ശ്രുതി ചോദ്യം ചെയ്യുക മുറിയിൽ കയറ്റി. ശ്രുതി എന്താ ഇത്രയും നേരം നിങ്ങൾ ടെറസിൽ സംസാരിച്ചതാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സച്ചിയോട് സംസാരിച്ചിട്ടൊന്നുമില്ല, അവനോടൊക്കെ മനുഷ്യർ സംസാരിക്കും, ഞാൻ എൻ്റെ റേഞ്ചിലുള്ളവരോട് മാത്രമേ സംസാരിക്കും, ആ കാര്യം ശ്രുതിക്ക് അറിയില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അപ്പം പിന്നെ ഇത്രയും നേരം ആരോടാ സംസാരിച്ചത്? അത് പിന്നെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു, ഞാൻ അവനോടാണ് സംസാരിച്ചത്, ഞാൻ സച്ചിയുടെ മുഖത്ത് പോലും നോക്കിയില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ, അല്ല ശ്രീകാന്തിനോട് എന്താ സംസാരിച്ചതെന്നാ ചോദിച്ചത്, എൻ്റെ കുറ്റവും കുറവും വലുതാണോ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അയ്യോ അതിനെൻ്റെ ഭാര്യയ്ക്ക് കുറ്റവും കുറവൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ അവൻ്റെ ഭാര്യയുടെ കുറ്റവും കുറവുകളൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ അത് കേട്ടങ്ങ് ആസ്വദിക്കായിരുന്നു. സത്യമാണ് ഈ പറയുന്നതൊക്കെ, പിന്നെ ഇന്നേ വരെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടോ? എന്നാ അല്ല ഇന്നേ വരെ ശ്രുതിയോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോന്ന്? ഇനിയെങ്ങാനും എൻ്റെ കുറ്റവും കുറവും വല്ല അനിയന്മാരോട് ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറ്റവും കുറവുകളും പറയുമ്പോൾ നിങ്ങളുടെ സംസാരം തീരില്ലെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. നാളെ നേരം വെളുത്താലേ എൻ്റെ മനസ്സിലെ സംശയം തീരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഉറങ്ങണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും പറയാത്തത്. അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതല്ലേ, നമുക്കിപ്പോൾ കിടന്നുറങ്ങുന്നതല്ലേ നല്ലത് എന്നൊക്കെ ശ്രുതി ചോദിച്ചു. ആ സമയം ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി കിടക്കാൻ നോക്കുമ്പോഴത്തേക്കും ശ്രുതി പിന്നാലെ ചെല്ലുക. അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചറിയാം. നാളെ അവൻ പറയുമല്ലോ, നിങ്ങൾ എന്നെക്കുറിച്ച് സച്ചിയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ. ഞാൻ എന്ത് പറയാനാണെന്ന് ശ്രുതി ചോദിച്ചു. ഒന്നും അറിയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതിക്കാണെങ്കിൽ പിശാചിനെ പേടിയായി തുടങ്ങി. എൻ്റെ ദൈവം എന്തൊരു ഗതികേടാ, പിന്നെ അവളുടെ കാര്യം പറഞ്ഞില്ല, പിന്നെ എൻ്റെ അടുത്ത് അവളുടെ കളി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. ഞാൻ ആരാ മോനെന്ന് അവനറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ നിൽക്കാം. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി. നമ്മുടെ രേവതി അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. രേവതി ആണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതി പറന്നങ്ങ് വന്നു. എടീ എന്നും പറഞ്ഞ് പച്ചക്കറികളും മറ്റും എടുത്ത് പുറത്ത് വയ്ക്കുക, നീ കെട്ടിയ പൂമാലകളും പൂക്കളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് കുത്തി നിറയ്ക്കുക. എന്താടി നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തിനാ പൂക്കൾ ഫ്രിഡ്ജിനകത്ത് വെച്ചത്? അപ്പം അത് അമ്മയ്ക്ക് അറിയില്ലേ, പൂക്കൾ വാടാതിരിക്കാനാ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. നീ കാരണം ഈ വീട് തന്നെ വാടിപ്പോയിരിക്കുകയാണെന്നും ചന്ദ്രമതി പറഞ്ഞു. വീട് വാടുന്നുണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു രേവതി ചന്ദ്രമതിയോട്. അല്ല പൂ വാടാതിരിക്കാനേ
വെള്ളം തെളിക്കാറുണ്ടല്ലോ, അതുപോലെ വീട് വാടാതിരിക്കാൻ വെള്ളം തെളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് രേവതി ചന്ദ്രയോട് പറയുമ്പോൾ, നിന്റെ നാക്കിൻ്റെ നീളം കൂടിക്കൂടി വരികയാണെന്ന് പറയുമ്പോൾ, നീളം കൂടിയിട്ടൊന്നുമില്ല അമ്മേ, അമ്മ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് നാക്ക് നീട്ടി കാണിച്ചു നമ്മുടെ രേവതി. അന്നേരം നീ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോടി എന്ന് ചന്ദ്ര. വേണ്ട മോളെ കളിക്കല്ലേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ രേവതി മൈൻഡ് പോലും ചെയ്യാതെ ഇറങ്ങി അങ്ങ് പോവാ. എടി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അല തേജല്ലെന്ന് ചൊറിഞ്ഞോണ്ട്, എവിടെയാടി നീ പോകുന്നേ? അപ്പോൾ 2-3 സ്ഥലത്ത് മാല കൊടുക്കാനുണ്ടെന്നും ഞാൻ പോയി കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് രേവതി അങ്ങ് പോകുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യുവടി എന്ന് ചന്ദ്ര ചോദിച്ചു രേവതിയോട്. രേവതി തിരിഞ്ഞങ്ങ് നിന്നില്ലേ. അപ്പോൾ എന്താടി നീ നോക്കി പഠിപ്പിക്കുന്നത്? ഇവിടുത്തെ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യണമെന്നാണോ നീ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തിട്ടാ ഞാൻ പോകുന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു. ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അച്ഛനും വിളമ്പി കൊടുക്കുക, ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോണു. രേവതി അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രയുടെ വായ അടപ്പിച്ച് കളഞ്ഞു. ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും തിരിച്ചു പറയാനില്ല. രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെയാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്നെ കൊച്ചാക്കും അവളെ ഞാൻ വെറുതെ വിടില്ല. പൂ കെട്ടി സമ്പാദിക്കുന്നതിൻ്റെ അഹങ്കാരം കാണിക്കുക അവള്. നീ എത്ര നാളിങ്ങനെ സമ്പാദിക്കുന്നു കണ്ടറിയാവിടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് മഹിമയുടെ വണ്ടി വരുന്നു. മഹിമയെ കണ്ടപ്പോഴേക്കും ഭയങ്കര ചിരിയും ചിരിച്ച് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് അവൾ എൻ്റെ അടുത്ത് തന്നെ വന്നു എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ചന്ദ്രമതി ഈ മഹിമയും കുട്ടി അകത്തേക്ക് ചെന്നിട്ട് ശ്രുതിയെ വിളിക്കുക. ശ്രുതി ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞു വിളിച്ചു. മഹിമയെ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം സുഖവാ. അപ്പോൾ ആൻറ്റി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ശ്രുതി വന്നു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ആണോ? അപ്പോഴേക്കും രേവതി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക, ഇനി മഹിമയ്ക്ക് ഒരു ചായ ഇടാൻ പറഞ്ഞു ശ്രുതിയോട്. മഹിമയെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മഹിമയെ വിളിച്ചടുത്തിരുത്തി. അപ്പോൾ ശ്രുതിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചായ ഇടാൻ പറഞ്ഞതേ. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. വർഷം ഇവിടെ ഇല്ലേ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോൾ, മോള് അങ്ങ് ജോലിക്ക് പോയിരിക്കാം. എനിക്ക് സന്തോഷമായി മഹിമേ. ശ്രീകാന്തും വർഷയും നീ വീട്ടിലേക്ക് തിരികെ വരില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്നും എന്തോ മനസ്സ് മാറി 2 പേരും ഇവിടെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു. ആ സമയത്ത് മഹിമ ഇങ്ങനെ നോക്കുക. പിന്നെ അവള് വരുന്നില്ലെന്ന് പറഞ്ഞതാ, ഞാനാ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഭയങ്കര ഡയലോഗുകൾ ഇറക്കുന്നു. അപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്യാനാ, സച്ചിയല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ അവനെക്കൊണ്ട് ഞാൻ തോറ്റു മഹിമേ. അവൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്ന് തൊലച്ചല്ലോ. വർഷയ്ക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് മഹിമ പറയുന്നു ചന്ദ്രമതിയോട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് വർഷയെ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൂക്കാരിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു ചേച്ചി കയറി വരുന്നത്. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. പൂക്കാരി അമ്മയോ? പൂ വിൽക്കുന്നവരെ പിന്നെ പൂക്കാരി അമ്മയെന്നല്ല പാൽക്കാരി അമ്മയെന്ന് വിളിക്കാൻ പറ്റുമെന്ന് ആ ചേച്ചി ചോദിച്ചു. ചന്ദ്രമതിക്ക് അതങ്ങ് ദഹിച്ചില്ല. ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹിമയ്ക്ക് ചിരി വരുമോ. മഹിമ ഇങ്ങനെ ചിരിക്കുവാണേ. ശ്രുതി അന്നേരത്തേക്ക് ഓടി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വരും. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാം. അപ്പോൾ 200 രൂപയ്ക്ക് പൂ തരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ രേവതി ഇവിടെ ഇല്ല എന്നിവർ പറയുമ്പോൾ, രേവതി ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, നിങ്ങളുടെ പേരല്ലേ കടയ്ക്കുള്ളത്, നിങ്ങൾ പൂ കെട്ടാനും പൂ വിൽക്കാനും ഒക്കെ രേവതിയെ സഹായിക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആരാടി നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അപ്പോൾ രേവതി ഇവിടെ മുല്ലമാല കെട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു 3 മുഴം എടുത്ത് തരാൻ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കരമായിട്ട് കലിപ്പ്. അപ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ നിനക്ക് പൂ എടുത്തു തരാനോ? അപ്പോൾ രേവതി വരുന്നത് വരെ നിൽക്കാൻ എനിക്ക് സമയമില്ല, നിങ്ങളൊന്ന് എടുത്തോണ്ട് വാ പൂക്കാരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ചന്ദ്രവതിയോട് പറഞ്ഞു. ചന്ദ്ര ഇങ്ങനെ നോക്കുക. മഹിമയുടെ മുന്നിൽ ചൂളിപ്പോയതിൻ്റെ ഒരു ഇതിലിരിക്കുക നമ്മുടെ ചന്ദ്ര. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ അങ്ങനെ വിളിക്കരുത് കേട്ടോ, അങ്ങനെ വിളിച്ചാലിപ്പോൾ എന്താ കുഴപ്പം, നിങ്ങൾ പൂ വിൽക്കുന്നവരല്ലേ എന്ന് ആ ചേച്ചി ചോദിച്ചു. ചന്ദ്രമതിക്ക് അതും കുറച്ചില്ല. ചന്ദ്രമതിയുടെ നെഞ്ചത്തന്നിട്ട് തന്നെയാണ് പൊങ്കാലിട്ട് കൊടുത്തിട്ട് പോയി നമ്മുടെ രേവതി. അപ്പോൾ ഒന്നെടുത്തതാ പൂക്കാരിയമ്മേ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ചന്ദ്രമതി അവർ പറയുന്നത് കേട്ടില്ലേ, എടുത്ത് കൊടുക്കുക എന്ന് മഹിമ ചന്ദ്രയോട് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി അവിടെ ചായ ഇട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുക. അപ്പോഴേക്കും അലമാരിയിൽ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന പൂമാല എടുത്ത് ചന്ദ്ര കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഇത് മൊത്തം എനിക്ക് വേണ്ട, 3 മുഴം മതി, അളന്ന് തരാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അളക്കാനും പിളക്കാനൊന്നും എനിക്കറിയില്ല, നീ അളന്നെടുത്തോളാൻ പറഞ്ഞു ചന്ദ്ര. പൂ വിൽക്കുന്നവരല്ലേ അതൊക്കെ അളന്ന് തരേണ്ടത്, അളന്ന് താ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേച്ചി ചന്ദ്രയോട്. ആ സമയത്ത് ശ്രുതി ചായയായിട്ട് മഹിമയുടെ അടുത്തേക്ക് വന്നു. ആ സമയം ഇവരുടെ കോപ്രായങ്ങൾ കാണും. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. ശ്രുതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ശ്രുതി ഇതൊന്ന് അളന്നു കൊടുക്കാൻ പറഞ്ഞു. അയ്യോ ആൻറ്റി, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആൻറ്റി തന്നെ അളന്നു കൊടുക്കാൻ ശ്രുതി പറയാം. അപ്പം മഹിമയ്ക്ക് ഇതൊക്കെ കണ്ടങ്ങ് ബോധിച്ചു. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പോകണം, ജോലി ഉണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ചന്ദ്രമതി എന്ന് പറഞ്ഞ് മഹിമ അകത്തുനിന്ന് വിളിക്കുന്നു.
അളന്ന് കൊടുക്ക് എന്നും പറഞ്ഞ് പറയുക. പൂവിക്കുന്നവരാ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് മഹിമ ഇങ്ങനെ ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അതങ്ങനെ ഭയങ്കര ഒരു കൊണ്ടതുപോലെ. അപ്പോൾ അങ്ങനെ ചന്ദ്ര പൂവ് അളന്ന് കൊടുക്കുമ്പോൾ ചന്ദ്ര നല്ല ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മഹിമ. അപ്പോൾ പൂവിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. ചന്ദ്രയ്ക്ക് ഭയങ്കര കലിപ്പ്. എന്നിട്ട് ആ പൂ കടിച്ച് മുറിക്കാൻ നോക്കുമ്പോൾ ആൻറ്റി ഒരു മിനിറ്റ് കടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആണെങ്കിൽ പോയി അകത്തുനിന്ന് കത്രിക എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ പൂ അളന്ന് അത് ആ ചേച്ചിക്ക് കൊടുക്കുന്നു. ചേച്ചി ആണെങ്കിൽ 200 രൂപ നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുത്തു. ബാക്കി പൂവും തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് വന്ന് ചന്ദ്ര അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചന്ദ്ര, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് മഹിമ പോവാം. പക്ഷെ തിരികെ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വന്നതാണ് ഞാൻ. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചന്ദ്രമതി ഉള്ളപ്പോൾ ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ, ഇവൾ എൻ്റെ മോളെ നന്നായി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ചിരിച്ചു പിടിച്ചുകൊണ്ട് നോക്കാം. വർഷമോൾ ഇപ്പോൾ വരും, കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ നിനക്ക് ജോലിയില്ലേ, പിന്നെ പൂ വാങ്ങിക്കാൻ ഇനിയും ആൾക്കാരൊക്കെ വരുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ ആക്കി പറയാം. ഞാനൊരു ശല്യം ആകുന്നില്ലേ, വർഷയെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. അപ്പം എനിക്കൊരു ഇച്ചിരി മുല്ലമാല താ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് മഹിമയും കളിയാക്കിക്കൊണ്ട് ആ പൂ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.